നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ആണ്, അതുപോലെ തന്നെ നോർമൽ ഗ്ലാസ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടഫൻ ഗ്ലാസ്സിൽ നമുക്ക് ഹോൾ അടിക്കാൻ പറ്റും, അതുപോലെ കട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്നു, ഹോൾ അടിച്ച് നോക്കുന്നു. അത് പോസിബിൾ ആണോ അല്ലയോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇതിപ്പോൾ ഉള്ളത് ഒരു ക്ലിയർ ഗ്ലാസ് ആണ്, നോർമൽ ക്ലിയർ ഗ്ലാസ്. ഇതിൽ നമ്മളൊന്ന് ഹോൾ അടിച്ച് നോക്കുകയാണ്. എങ്ങനെയാണ് ഹോൾ അടിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ ഇതൊരു ടഫൻ ഗ്ലാസ് ആണ്. ടഫൻ ഗ്ലാസ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, സാധാരണ ആൾക്കാർക്ക് ഈ ടഫൻ ഗ്ലാസിനെ പറ്റി കൂടുതൽ അറിയില്ല എങ്കിൽ ഇതേപോലെ ഏത് കമ്പനിക്കാരാണോ ടഫൻ ചെയ്യുന്നത് അവരുടെ ഒരു ലോഗോ ഈ ഗ്ലാസ് മേലുണ്ടായിരിക്കും. അത് ആണെങ്കിൽ മാത്രമേ നമുക്ക് നോർമലി ടഫൻ ഗ്ലാസ് ആവത്തുള്ളൂ. ഇല്ല എങ്കിൽ അത് നോർമൽ ഗ്ലാസ് ആയിരിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മൾ ഒന്ന് ഹോൾ അടിച്ച് നോക്കാൻ പോവുകയാണ്. ഈ ഗ്ലാസ്സിൽ ഹോൾ അടിച്ച് നോക്കും. അത് ഹോൾ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ പറ്റും. പിന്നെ വേറൊരു ഗ്ലാസ് ഗ്രൈൻഡർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത് നോക്കാം. അപ്പം അത്രയുള്ളൊരു വീഡിയോ നമുക്ക് ഇപ്പം നോക്കാം. തോസിബായി ആണ് ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. തോസിബായി कैसे ठीक है, बराबर होल मार सकते हैं ना? ओके, फिर चालू करके देखो, पानी डाल के दिएगा. ओके, ഇപ്പോൾ അടിക്കുന്നത് നോർമൽ ഹോളാണ്. നോർമൽ ഗ്ലാസ്സിലുള്ള ഹോളാണ് അടിക്കുന്നത്. ഇത് നോർമലി നമ്മൾ മാനുവലായിട്ട് ഡ്രില്ല് കൊണ്ടാണ്, ഹാൻഡ് ഡ്രില്ല് വെച്ചാണ് അടിക്കുന്നത്. കമ്പനി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡുള്ള മെഷീനുകളിലും അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനുകളിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡ് ഡ്രില്ല് വെച്ചിട്ട് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. അതിലേക്ക് നമുക്കൊരു ഹോള് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹോളൊക്കെ അടിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് തന്നെ വേണം ചെയ്യാനൊക്കെ ഉണ്ട്. ഇതുപോലെ കറക്റ്റായിട്ടൊരു ഹോള് നോർമൽ ഗ്ലാസ് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ടഫൻ ഗ്ലാസ്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതോടെ നോക്കാം. ഓക്കെ, അടുത്തത് ഒരു 12mm ഗ്ലാസ് ആണ്. അതിൽ നമ്മൾ ടഫൻ ഗ്ലാസ് ആണ്, അതിൽ നമ്മൾ ഹോളിട്ട് നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇതാണ് ടഫൻ ഗ്ലാസ്സിലെ ഹോൾ അടിച്ചപ്പോൾ ഉള്ളൊരവസ്ഥ. ഇങ്ങനെ പൊട്ടി ചിതറി പോകും. ഇതേപോലെ പീസായിട്ടാണ് പോകുന്നത്. നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പൊട്ടിപ്പൊടിഞ്ഞ് പോകും. അപ്പോൾ ഇതൊരു പൊട്ടിയൊരു ഗ്ലാസ്സാണ്. ഇത് കണ്ടില്ലേ, ചിലുപോലെ ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ തട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പൊടിഞ്ഞ് പോകും. ഈ ഗ്ലാസ് വലിയ ഗ്ലാസ് വലിയ ഹൈറ്റിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതേപോലെ പൊടിഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം നമുക്ക് ഇപ്പം മനസ്സിലായി, ടഫൻ ഗ്ലാസ്സിൽ ഹോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കൺഫേമിങ് വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടഫൻ ഗ്ലാസ്സിൽ ഹോൾ അടിച്ച് നോക്കി, അത് പൊട്ടിപ്പോകുന്നതായിട്ട് കണ്ട് ഇപ്പം നമ്മൾ ഗ്രൈൻഡർ വെച്ചൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഇതാണ് ഗ്രൈൻഡർ, ബ്ലേഡൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നോക്കുകയാണ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇതും അതുപോലെ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ടഫൻ ഗ്ലാസ് കട്ട് ചെയ്തെന്നൊക്കെയുള്ള ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. ടഫൻ ഗ്ലാസ് കട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കത്തില്ല. ഇതാണ് നമ്മുടെ കേട്ടത് തോസിബായ്. ഓക്കെ, അപ്പം നമ്മൾ ഗ്ലാസ് ഹോൾ അടിച്ച് നോക്കി, ടഫൻ ഗ്ലാസ് കട്ട് ചെയ്ത് നോക്കി, ടഫൻ ഗ്ലാസ്സിൽ തന്നെ ഹോൾ അടിച്ച് നോക്കി. നോർമൽ ഗ്ലാസ് മാത്രമേ നമുക്ക് പോളിഷ് ചെയ്യാനും പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ കട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ടഫൻ ഗ്ലാസ് നമുക്ക് ഹോൾ അടിക്കാനോ കട്ട് ചെയ്ത് കുറയ്ക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്നുള്ള വീഡിയോ ക്ലിയറായിട്ട് നിങ്ങളെ കാണിച്ചു. ഇനി ഏതെങ്കിലും വീഡിയോയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യുന്ന വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഹോൾ അടിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ അല്ല. നമ്മുടെ ലൈവായിട്ട് തന്നെ ഇപ്പം ടഫൻ ഗ്ലാസിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒരു ഓർമ്മ വെക്കുക, ടഫൻ ഗ്ലാസ് ഹോൾ അടിക്കാൻ പറ്റത്തില്ല, ടഫൻ ഗ്ലാസ് കട്ട് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.